ഹലോ, വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റിച്ച് 20ാമത്തെ സ്റ്റിച്ചാണ്. ട്യൂട്ടോറിയൽ ക്ലാസ് 15 അപ്പോൾ ഇന്നത്തെ സ്റ്റിച്ചിൻ്റെ പേര് ലേസി സ്റ്റിച്ച് എന്നാണ് കേട്ടോ. അതിനായിട്ട് എപ്പോഴത്തേയും പോലെ ഒരു റൗണ്ട് വേണം നമുക്ക്. ഞാൻ ഇന്ന് ചാവി എടുത്ത് മുന്നേ വരച്ച് വെച്ചു, നിങ്ങളുടെ മുന്നിൽ വെച്ച് വെറുതെ വരയ്ക്കേണ്ടെന്ന് വിചാരിച്ചിട്ടെ. അപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുത്തിരുന്ന ഒരു യെല്ലോ കളർ ത്രെഡാണ്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു 6 ലൈന് കൊടുത്തിട്ടുണ്ട്. അതല്ല അതിൽ കൂടുതൽ ലൈൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല കുറഞ്ഞ് ലൈൻ വേണമെങ്കിൽ അങ്ങനെയും ചെയ്താൽ മതി കേട്ടോ. എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെൻറ്ററിൽ നിന്ന് അടിഭാഗത്ത് നിന്ന് സെൻറ്ററിലത്തെ ആ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ടല്ലോ, അതിലോട്ട് സൂചി കുത്തി പുറത്തോട്ട് എടുക്കുക. ശേഷം അവിടെ തന്നെ കുത്തിയിട്ട് നേരെ ഏത് ലൈനിലാണോ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് എടുക്കാൻ പോകുന്ന ആ ലൈനിലോട്ട് അടിയിൽ നിന്ന് കുത്തി സൂചി പിടിച്ച് വെച്ചിട്ട് സൂചി വലിക്കരുത്. അതിന് മുന്നേ ആയിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന നൂലില്ലയോ, ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആ നൂല് അതിൽ ചുറ്റി കൊടുക്കുക, നൂല് വലിക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റിച്ച് ക്ലിയർ ആവും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ സ്റ്റിച്ച് അധികം ടൈറ്റ് ആക്കരുത് കേട്ടോ, കുറച്ച് ലൂസാക്കി കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ അപ്പം തന്നെ അതൊരു ലീഫ് പോലെ ആവത്തുള്ളൂ, കാണാനും ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലൈന് പോലെ ഇരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ടൈറ്റ് ചെയ്യേണ്ടെന്ന് പറയുന്നത്. ശേഷം അതിൻ്റെ പുറത്തോട്ട് കൂടി കുത്തി ആ നൂല് ലോക്കാക്കുക കേട്ടോ. അതും വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, മനസ്സിലാവും. അങ്ങനെ ലോക്കാക്കി കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു സ്റ്റിച്ച് ഫിനിഷ് ആവത്തുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ 6 ലൈന് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കുറച്ച് ലൈന് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഇനിയിപ്പം ആ റൗണ്ടിൻ്റെ വലിപ്പം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഈ വലിയ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷിങ് കുറവായിരിക്കും, പക്ഷെ കുറച്ച് ചെറിയ ലൈൻ ആകുമ്പോഴത്തേക്കും കാണാൻ നല്ല ലുക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ അകത്ത് വരച്ചിരിക്കുന്ന ആ വരയുടെ എണ്ണം കൂട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം, കുറച്ചും കൂടെ അടുപ്പിച്ച് കൊടുത്താൽ അതും കുറച്ചും കൂടെ നന്നായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു ഫ്ലവർ ആണ്, ലേസി ഫ്ലവർ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേര് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, അങ്ങനെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്കിത് പഠിക്കണം, എളുപ്പത്തിന് ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരെ കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് എന്തെങ്കിലും ഇടാൻ വേണ്ടിയിട്ടായിട്ട് ശ്രമിക്കണം. ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ഇട്ടായോ, കാരണം എനിക്ക് കാണുമ്പോൾ ഒത്തിരി ഹാപ്പി ആകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള ക്ലാസ്സിലെല്ലാം ജസ്റ്റ് ഒന്ന് ട്രൈ എങ്കിലും ചെയ്യണം കേട്ടോ. കാരണം ഇത് എളുപ്പമാണോ, വലിയ പാടൊന്നുമില്ല. നമ്മളൊന്നും ഇതിനൊന്നും പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണിത്. പോരാഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഡ്രസ്സ് തന്നെ ഡിസൈൻ ചെയ്ത് എടുക്കാൻ പറ്റുക എന്നുള്ളതൊരു പ്രത്യേക കഴിവ് തന്നെയല്ലോ അല്ലേ, അല്ലാണ്ട് അങ്ങനെ എല്ലാവർക്കും പറ്റുന്നതല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ലാസ്റ്റ് ഇതിൽ കെട്ടിടാനുള്ള സംഭവം ഞാൻ കാണിച്ചിരുന്നുണ്ട്. എവിടെയാണ് സ്റ്റിച്ച് അവസാനിക്കുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് കോർത്ത് സൂചി തുണിയിലൂടെ എടുത്ത് കോർത്തൊന്ന് കെട്ടിയിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കരുത്. പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, എൻ്റെ പേര് ബൈ.